ഈശോയിൽ സ്നേഹമുള്ളവരെ, ലോഗോസ് ലൈഫ് എന്നീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കാം. ചോദ്യം 1. ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 25 വാക്യങ്ങൾ. ചോദ്യം 2. 13-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്ത്? സാംസന്റെ ജനനം. ചോദ്യം 3. 13-ാം അധ്യായത്തിൻ്റെ ഏക ശീർഷകം എന്ത്? സാംസന്റെ ജനനം. ചോദ്യം 4. ഇസ്രായേൽ ജനം വീണ്ടും ആരുടെ മുൻപിലാണ് തിന്മ ചെയ്തത്? കർത്താവിൻ്റെ മുൻപിൽ. ചോദ്യം 5. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ അവിടുന്ന് അവരെ ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? ഫിലിസ്ത്യരുടെ കൈകളിൽ. ചോദ്യം 6. വീണ്ടും തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ അവിടുന്ന് എത്ര വർഷത്തേക്കാണ് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? 40 വർഷത്തേക്ക്. ചോദ്യം 7. മനോവയുടെ ഗോത്രം ഏത്? ദാൻ ഗോത്രം. ചോദ്യം 8. ദാൻ ഗോത്രക്കാരനായ മനോവ എവിടെയാണ് താമസിച്ചിരുന്നത്? സോറായിൽ. ചോദ്യം 9. സോറായിൽ ദാൻ ഗോത്രക്കാരനായ ഡേഷ് എന്നൊരാൾ ഉണ്ടായിരുന്നു. പൂരിപ്പിക്കുക. മനോവ എന്നൊരാൾ. ചോദ്യം 10. അവൻ്റെ ഭാര്യ വന്ധ്യ ആയിരുന്നു. ആരുടെ? മനോവയുടെ. ചോദ്യം 11. അവൾക്ക് മക്കളില്ലായിരുന്നു. ആർക്ക്? മനോവയുടെ ഭാര്യയ്ക്ക്. ചോദ്യം 12. മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ആര്? കർത്താവിൻ്റെ ദൂതൻ. ചോദ്യം 13. കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞതെന്ത്? നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല. ചോദ്യം 14. നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല എന്ന് പറയുന്ന കർത്താവിൻ്റെ ദൂതൻ തുടർന്ന് അവളോട് എന്താണ് പറയുന്നത്? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ചോദ്യം 15. നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആര് ആരോട് പറഞ്ഞു? കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട്. ചോദ്യം 16. അതുകൊണ്ട് നീ ഡാഷ് പൂരിപ്പിക്കുക. സൂക്ഷിക്കണം. ചോദ്യം 17. എന്തൊക്കെ കുടിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത്? വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. ചോദ്യം 18. എന്ത് ഭക്ഷിക്കുകയുമരുത് എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറയുന്നത്? അശുദ്ധമായതൊന്നും. ചോദ്യം 19. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ഡാഷ് തൊടരുത്. പൂരിപ്പിക്കുക. ക്ഷൗരക്കത്തി. ചോദ്യം 20. മനോവയുടെ ഭാര്യ പ്രസവിക്കുന്ന പുത്രൻ ജനനം മുതൽ എങ്ങനെയുള്ളവനായിരിക്കും? ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. ചോദ്യം 21. മനോവയുടെ വന്ധ്യയായ ഭാര്യയിലുണ്ടാകുന്ന പുത്രൻ ജനനം മുതൽ ദൈവത്തിന് എന്തായിരിക്കും എന്നാണ് പറയുന്നത്? നാസീർ വ്രതക്കാരൻ ആയിരിക്കും. ചോദ്യം 22. അവൻ ആരുടെ കയ്യിൽ നിന്നാണ് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കുക? ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന്. ചോദ്യം 23. മനോവയുടെ ഭാര്യ മനോവയോട് ആര് തൻ്റെ അടുത്ത് വന്നു എന്നാണ് പറയുന്നത്? ഒരു ദൈവപുരുഷൻ. ചോദ്യം 24. ദൈവപുരുഷൻ്റെ മുഖം എങ്ങനെയുള്ളതാണെന്നാണ് അവൾ മനോവയോട് പറഞ്ഞത്? ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. ചോദ്യം 25. അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. ആരുടെ മുഖം? ദൈവപുരുഷൻ്റെ മുഖം. ചോദ്യം 26. എന്ത് അവനോട് ഞാൻ ചോദിച്ചില്ല എന്നാണ് അവൾ മനോവയോട് പറയുന്നത്? എവിടെ നിന്ന് വരുന്നുവെന്ന്. ചോദ്യം 27. അവൻ എന്ത് പറഞ്ഞതുമില്ല എന്നാണ് മനോവയുടെ ഭാര്യ പറയുന്നത്? അവൻ പേര് പറഞ്ഞതുമില്ല. ചോദ്യം 28. ബാലൻ എത്ര കാലം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും എന്നാണ് അവൾ മനോവയോട് പറയുന്നത്? ആജീവനാന്തം. ചോദ്യം 29. ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. ആര്? ബാലൻ. ചോദ്യം 30. ന്യായാധിപന്മാർ 13:8 പ്രകാരം മനോവ എന്താണ് ചെയ്തത്? കർത്താവിനോട് പ്രാർത്ഥിച്ചു. ചോദ്യം 31. മനോവ കർത്താവിനോട് എന്താണ് പ്രാർത്ഥിച്ചത്? കർത്താവേ, അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. ചോദ്യം 32. ആര് വീണ്ടും തങ്ങളുടെ അടുക്കൽ വരണമെന്നാണ് മനോവ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് അയച്ച ദൈവപുരുഷൻ. ചോദ്യം 33. മനോവയുടെ ഡാഷ് ദൈവം കേട്ടു. പൂരിപ്പിക്കുക. പ്രാർത്ഥന.
ചോദ്യം 34. എവിടെ ആയിരിക്കുമ്പോൾ ആണ് ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നത്? വയലിൽ ആയിരിക്കുമ്പോൾ. ചോദ്യം 35. വയലിൽ ആയിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. അപ്പോൾ അവളോടുകൂടെ ഇല്ലാതിരുന്നത് ആര്? ഭർത്താവായ മനോവ. ചോദ്യം 36. അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് എന്താണ് പറഞ്ഞത്? എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ചോദ്യം 37. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് എന്താണ് ചോദിച്ചത്? ഇവളോട് സംസാരിച്ചവൻ നീയോ? ചോദ്യം 38. ഇവളോട് സംസാരിച്ചവൻ നീയോ എന്ന് മനോവ കർത്താവിൻ്റെ ദൂതനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്ത്? ഞാൻ തന്നെ. ചോദ്യം 39. മനോവ ദൈവദൂതനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തെല്ലാം? 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 1. നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? 2. അവൻ എന്താണ് ചെയ്യേണ്ടത്? ചോദ്യം 40. ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. ആര് ആരോട് പറഞ്ഞു? കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു. ചോദ്യം 41. എന്തിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത് എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറയുന്നത്? മുന്തിരിയിൽ നിന്നുള്ളതൊന്നും. ചോദ്യം 42. ന്യായാധിപന്മാർ 13:14 അവൾ എന്ത് കുടിക്കരുത് എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറയുന്നത്? വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത്. ചോദ്യം 43. ന്യായാധിപന്മാർ 13:14 അനുസരിച്ച് അവൾ എന്ത് തിന്നുകയുമരുത് എന്നാണ് പറയുന്നത്? അശുദ്ധമായതൊന്നും. ചോദ്യം 44. അവൾ എന്തൊക്കെ പാലിക്കണം എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറയുന്നത്? ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ. ചോദ്യം 45. മനോവ കർത്താവിൻ്റെ ദൂതനോട് ഞാൻ എന്തിനെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്നാണ് പറയുന്നത്? ഒരു ആട്ടിൻകുട്ടിയെ. ചോദ്യം 46. ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ ആര് ആരോട് പറഞ്ഞു? മനോവ കർത്താവിൻ്റെ ദൂതനോട്. ചോദ്യം 47. ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ എന്ന് പറഞ്ഞ മനോവയോട് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതെന്ത്? നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക. ചോദ്യം 48. നീ എന്ത് ചെയ്താലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറയുന്നത്? നീ പിടിച്ചു നിർത്തിയാലും. ചോദ്യം 49. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് എന്ത് ചെയ്യുക എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറയുന്നത്? കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക. ചോദ്യം 50. അവൻ കർത്താവിൻ്റെ ദൂതൻ ആണെന്ന് അറിയാതിരുന്നത് ആര്? മനോവ. ചോദ്യം 51. ന്യായാധിപന്മാർ 13:17 മനോവ കർത്താവിൻ്റെ ദൂതനോട് എന്താണ് പറഞ്ഞത്? നിന്റെ പേരെന്ത്? നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ. ചോദ്യം 52. എപ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്നാണ് മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞത്? നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ. ചോദ്യം 53. എൻ്റെ പേര് എന്തായിരിക്കെ നീ അത് ചോദിക്കുന്നതെന്തിന് എന്നാണ് പറയുന്നത്? അത്ഭുതകരമായിരിക്കെ. ചോദ്യം 54. എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നതെന്തിന്? ആര് ആരോട് പറഞ്ഞു? ദൂതൻ മനോവയോട്. ചോദ്യം 55. അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് എന്തു ചെയ്തു? ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു. ചോദ്യം 56. മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് എന്ത് ബലിയോടുകൂടെയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചത്? ധാന്യബലിയോടുകൂടെ. ചോദ്യം 57. മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ ആർക്കാണ് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചത്? അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന്. ചോദ്യം 58. മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ എവിടെ വെച്ചാണ് അർപ്പിച്ചത്? പാറപ്പുറത്ത് വെച്ച്. ചോദ്യം 59. ബലിപീഠത്തിൽ നിന്ന് എന്താണ് ആകാശത്തിലേക്ക് ഉയർന്നത്? അഗ്നിജ്വാല. ചോദ്യം 60. എവിടെ നിന്നാണ് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നത്? ബലിപീഠത്തിൽ നിന്ന്. ചോദ്യം 61. കർത്താവിൻ്റെ ദൂതൻ എങ്ങനെയാണ് പോയത്? ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി. ചോദ്യം 62. ആരൊക്കെ നോക്കി നിൽക്കെയാണ് കർത്താവിൻ്റെ ദൂതൻ പോയത്? മനോവയും ഭാര്യയും. ചോദ്യം 63.
മനോവയും ഭാര്യയും നോക്കി നിൽക്കെ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയത് ആര്? കർത്താവിൻ്റെ ദൂതൻ. ചോദ്യം 64. കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ മനോവയ്ക്കും ഭാര്യയ്ക്കും എന്ത് സംഭവിച്ചു? നിലത്ത് കമിഴ്ന്നു വീണു. ചോദ്യം 65. അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല. ആര്? കർത്താവിൻ്റെ ദൂതൻ. ചോദ്യം 66. അത് കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നെന്ന് ആർക്കാണ് വ്യക്തമായത്? മനോവയ്ക്ക്. ചോദ്യം 67. കർത്താവിൻ്റെ ദൂതനാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് വ്യക്തമായ മനോവ ഭാര്യയോട് എന്താണ് പറഞ്ഞത്? ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. ചോദ്യം 68. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. ആര് ആരോട് പറഞ്ഞു? മനോവ ഭാര്യയോട്. ചോദ്യം 69. എന്തുകൊണ്ടാണ് നാം തീർച്ചയായും മരിക്കും എന്ന് മനോവ ഭാര്യയോട് പറഞ്ഞത്? ദൈവത്തെ കണ്ടതുകൊണ്ട്. ചോദ്യം 70. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും എന്ന് മനോവ ഭാര്യയോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതെന്ത്? നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്നും ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. ചോദ്യം 71. നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. ദഹനബലിയും ധാന്യബലിയും. ചോദ്യം 72. ന്യായാധിപന്മാർ 13:24 അവൾ ഒരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്ന് അവന് പേരിട്ടു. അവൾ ആരാണ്? മനോവയുടെ ഭാര്യ. ചോദ്യം 73. മനോവയുടെ ഭാര്യ പ്രസവിച്ച പുത്രൻ്റെ പേരെന്ത്? സാംസൺ. ചോദ്യം 74. സാംസൻ്റെ പിതാവ് ആര്? ദാൻ ഗോത്രക്കാരനായ മനോവ. ചോദ്യം 75. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്നു, ഡാഷ് അവനെ അനുഗ്രഹിച്ചു. ന്യായാധിപന്മാർ 13:24 പ്രകാരം പൂരിപ്പിക്കുക. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. ചോദ്യം 76. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. ആരെ? സാംസനെ. ചോദ്യം 77. എവിടെ വെച്ചാണ് കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്? മഹനേദാനിൽ വച്ച്. ചോദ്യം 78. ഏതൊക്കെ സ്ഥലങ്ങൾക്ക് മധ്യേയാണ് മഹനേദാൻ? സോറായ്ക്കും എഷ്താവോലിനും മധ്യേ. ചോദ്യം 79. സോറായ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച് ആരാണ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്? കർത്താവിൻ്റെ ആത്മാവ്. ചോദ്യം 80. മഹനേദാനിൽ വച്ച് കർത്താവിൻ്റെ ആത്മാവ് ആരിലാണ് പ്രവർത്തിച്ചു തുടങ്ങിയത്? സാംസണിൽ.